നമ്മൾ ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത് R2 R3 R4 എന്നൊക്കെ പറയുന്ന പ്രോഡക്റ്റ് സ്പേസുകളുടെ സബ്സ്പേസസിനെ കുറിച്ചാണ്. ഫസ്റ്റ് ഈ സബ്സ്പേസസ് ഓഫ് R. Yes, we know that R usual addition, usual scalar multiplication is a vector space. Is a vector space. സോ തീർച്ചയായിട്ടും ഇതിന് രണ്ട് സബ്സ്പേസ് എന്തായാലും ഉണ്ടാവും. ഒന്ന് സിംഗിൾട്ടൺ സെറ്റ് 0 എന്ന് പറയുന്നതും ഒന്ന് R ഇറ്റ്സെൽഫും ആർ ക്ലിയർലി സബ്സ്പേസസ് ഓഫ് R. ഇനി ഇതല്ലാത്ത വേറെ ഏതെങ്കിലും സബ്സ്പേസസ് ഉണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതല്ലാത്ത വേറെ ഏതെങ്കിലും സബ്സ്പേസ് എന്ന് പറയുമ്പോൾ ഹോൾ റിയൽ ലൈൻ്റെ സബ്സെറ്റുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം 0 അല്ലാതെ വേറെ ഏത് സിംഗിൾട്ടൺ സെറ്റ് എലമെൻറ്റ് 1 2 3 4 എന്നൊക്കെ പറയുന്ന പോലെ സിംഗിൾ 1 സിംഗിൾ 2 സിംഗിൾ 3 സിംഗിൾ 4 എന്ന് പറയുന്ന സെറ്റുകൾ ഒരിക്കലും റിയൽ ലൈനിൻ്റെ സബ്സ്പേസായി മാറില്ല. ബിക്കോസ് അതിനകത്ത് എന്തുണ്ടാവില്ല? ഐഡൻറ്റിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇൻവേഴ്സ് ഉണ്ടാവില്ല എന്നുള്ള പ്രശ്നമൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഉണ്ടാവാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റുകൾക്ക് മാത്രമേ എന്താവുള്ളൂ? സബ്സ്പേസ് ആകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ നോക്കുകയാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഏതാ നാച്ചുറൽ നമ്പേഴ്സ്? സെറ്റ് 1 2 3 4 എന്ന് പറയുന്ന സെറ്റ് എക്സെട്ര. ഈ സെറ്റിന് റിയൽ ലൈനിൻ്റെ സബ്സ്പേസ് ആകാൻ പറ്റുമോ? പറ്റണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഏത് രണ്ട് എലമെൻറ്റ്സ് ആയാലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ വേണം. 1 × 2 1 + 2 = 3 അതൊക്കെ ആഡ് ചെയ്ത് അതിനകത്ത് തന്നെ ഉണ്ടാവും. പക്ഷേ നമുക്കറിയാം വെക്ടർ സ്പേസ് ആണെങ്കിൽ വെക്ടർ അഡീഷൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈഡ് ആവണം. അപ്പോൾ എല്ലാ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈഡ് ആവുന്ന ആൾ ഏതാണ്? അഡിറ്റീവ് ഐഡൻറ്റിറ്റിയും അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായാലും വേണമല്ലോ. അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഏതാണ്? 0 ഇവിടെ ഉണ്ടോ? ഇല്ല. 0 എന്ന് പറയുന്ന അഡിറ്റീവ് ഐഡൻറ്റിറ്റി എവിടെ ഇല്ല? എന്നിലില്ല, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിലില്ല. അതുകൊണ്ട് നാച്ചുറൽ നമ്പേഴ്സിന് എന്താവാൻ പറ്റില്ല? സബ്സ്പേസ് ആവാനായിട്ട് പറ്റില്ല. ഇനിയിപ്പോൾ അടുത്തത് ഞാനെടുത്തു സെഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സെട്ര +or -2 +or -1, അതായത് -2 -1 0 1 2 3 എന്ന് പറയുന്ന എല്ലാ പോസിറ്റീവ്സും എല്ലാ നെഗറ്റീവും ഇൻറ്റീജേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന സെറ്റ്. ഇത് നമുക്ക് വെക്ടർ സ്പേസ് ആവാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ ഇത് വെക്ടർ സ്പേസ് ആവാൻ പറ്റുമോ എന്ന് എങ്ങനെ അറിയാം? നമുക്ക് Z വിത്ത് പ്ലസ് ആൻഡ് ഡോട്ട് വെക്ടർ സ്പേസ് ആവാനായിട്ട് പറ്റണമെങ്കിൽ എന്തൊക്കെ വേണം? എല്ലാത്തിനും ഇൻവേഴ്സ് ഉണ്ടാവണം അല്ലേ? അപ്പോൾ 0 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് ആരാണ്? 0 തന്നെ. 1 -1 2 -2 അതൊക്കെ ഇവിടെയുണ്ട്. ഏത് രണ്ട് നമ്പേഴ്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഉണ്ടാവും. പക്ഷേ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആവണ്ടേ? സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഏതൊരു സ്കേലാർ k എടുത്തു കഴിഞ്ഞാലും ഇതിനകത്തെ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റ് Z-ൽ തന്നെ ഉണ്ടാവണം. നല്ല സബ്സ്പേസ് ആവുള്ളൂ. ഇപ്പോൾ k എന്ന് പറയുന്നത് ഞാൻ ഒരു 1/2 എന്ന് എടുത്തു വിചാരിച്ചോളൂ. ടേക്ക് k = 1/2. 1/2 ഇൻറ്റു ഇതിൽ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും എന്താ കിട്ടുക? 1/2 × 3 എന്ത് കിട്ടും? ഇപ്പോൾ 1/2 × 4 ചെയ്താൽ 2 കിട്ടും. 2 ഇവിടെ ഉണ്ട്. പക്ഷെ 1/2 × 3 ചെയ്താലോ? ദറ്റ് ഈസ് 1.5 എന്നുള്ള നമ്പറല്ലേ കിട്ടുക? 1.5 ഈ സെറ്റിൽ വരുമോ? ഇല്ല. അതിനകത്ത് ഇൻറ്റീജേഴ്സ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ 0.5 എന്ന് പറയുന്ന നമ്പേഴ്സ് ഒന്നും വരുന്നില്ല. ഫ്രാക്ഷൻസ് ഒന്നും ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് ഈ 1.5 എവിടെ വരില്ല? സെഡിൽ വരില്ല. അപ്പോൾ 1/2 എന്ന് പറയുന്ന സ്കേലാർ കൊണ്ട് ഇതിനകത്തെ ഒരു എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എലമെൻറ്റ് സെഡിൽ വരുന്നില്ല. ദെർഫോർ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്താവുന്നില്ല? ക്ലോസ്ഡ് ആവുന്നില്ല. അപ്പോൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് അല്ലാത്തത് കൊണ്ട് ഇതിന് സബ്സ്പേസ് ആവാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിനും സബ്സ്പേസ് ആവാൻ പറ്റില്ല. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ക്യൂവിനും സബ്സ്പേസ് ആവാൻ പറ്റില്ല, റാഷണൽസിനും സബ്സ്പേസ് ആവാൻ പറ്റില്ല. അപ്പോൾ ഈ സെറ്റുകൾക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. വെക്ടർ അഡീഷൻ ക്ലോസ്ഡ് ആവാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇവർക്കൊന്നും എന്താവാൻ പറ്റുന്നില്ല? റിയൽ ലൈനിൻ്റെ സബ്സ്പേസ് ആവാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ആര് മാത്രമേ ഉള്ളൂ ശരിക്കും റിയൽ ലൈനിൻ്റെ സബ്സ്പേസ് ആയിട്ട്? ഒന്ന് സിംഗിൾട്ടൺ സെറ്റ് 0യും റിയൽ ലൈൻ ഇറ്റ്സെൽഫും. ഇത് രണ്ടും മാത്രമേ ദീസ് ആർ ദ ഓൺലി സബ്സ്പേസസ് ഓഫ് റിയൽ ലൈന് ആകെ രണ്ട് സബ്സ്പേസേ ഉള്ളൂ, സിംഗിൾട്ടൺ സെറ്റ് 0യും റിയൽ ലൈൻ ഇറ്റ്സെൽഫും. ഓക്കെ. ഇനി അടുത്തത് സബ്സ്പേസസ് ഓഫ് R2 എടുത്തു വിചാരിച്ചോളൂ. R2 എന്ന് പറഞ്ഞാൽ എന്താ? R2 എന്ന് പറഞ്ഞാൽ R × R എന്ന് പറയുന്ന സെറ്റാണ്. A × B എന്ന് എഴുതുന്ന പോലെ എയും റിയൽ ലൈൻ എടുത്തു, ബിയും റിയൽ ലൈൻ എടുത്തു. അപ്പോൾ R × R ഈസ് നത്തിങ് ബട്ട് R2. R2ലുള്ള എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കും? R2ലുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ A × Bയിലെ എലമെൻറ്റ്സ് എപ്പോഴും ഓർഡേർഡ് പെയർ AB ആയിരിക്കും. അപ്പോൾ ഇവിടെയും എങ്ങനെയായിരിക്കും? സം ഓർഡേർഡ് പെയർ AB സച്ച് ദാറ്റ് A
ബിലോങ്സ് ടു ദ ഫസ്റ്റ് സെറ്റ് ഇവിടെ റിയൽ നമ്പറാണ്. ബി ബിലോങ്സ് ടു ദ സെക്കൻഡ് സെറ്റും ഇവിടെ റിയൽ നമ്പറാണ്. അപ്പോൾ എയും ബിയും എവിടെയാണ് വേരി ചെയ്യുന്നത്? റിയൽ നമ്പേഴ്സ്. എന്ന് പറഞ്ഞാൽ ആറിൽ ഏത് എലമെൻറ്റ് ഇവിടെ ചൂസ് ചെയ്യാം, ആറിൽ ഏത് എലമെൻറ്റ് ഇവിടെയും ചൂസ് ചെയ്യാം. അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓർഡേർഡ് പെയേഴ്സിൻ്റെയും കളക്ഷനാണ് R2. ഇത് നമ്മൾ ക്ലാസ്സിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇത് വെക്ടർ സ്പേസ് ആണ് എന്ന്. റെഡി. അപ്പോൾ ഇവിടുത്തെ അഡീഷൻ ഏതാ? രണ്ട് എലമെൻറ്റ് A1 B1 A2 B2 എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റ് ഞാൻ R2വിൽ ചൂസ് ചെയ്തു. എന്തെങ്ങനെ എഴുതാൻ കാരണം R2 മെമ്പേഴ്സിൻ്റെ ഫോർമാറ്റ് ഇതാണ്. അങ്ങനെ കഴിഞ്ഞാൽ എങ്ങനെ ഇവരുടെ സമ്മ് ചെയ്യുന്നത്? A1 B1 പ്ലസ് A2 B2 എന്ന് പറയുന്ന പെയേഴ്സിൻ്റെ സമ്മ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് സമ്മാണ്. A1 പ്ലസ് A2 ഫസ്റ്റ് കോർഡിനേറ്റ്സ് സം ചെയ്യുന്നു, സെക്കൻഡ് കോർഡിനേറ്റ്സ് സം ചെയ്യുന്നു. അതുപോലെ ഒരു സ്കേലാർ K ഇൻറ്റു എൻ എലമെൻറ്റ് എ ബി എങ്ങനെയാണ് മാപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ പ്രോഡക്റ്റ് ചെയ്യുന്നത്? K ഇൻറ്റു എ കോമ K ഇൻറ്റു ബി കറസ്പോണ്ടിങ് സ്കേലാർ കൊണ്ട് ഓരോ കോർഡിനേറ്റ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ ഓപ്പറേഷൻ എന്നറിയാം. ഇനി ഇതിൻ്റെ സബ്സ്പേസ് നോക്കണം. അപ്പോൾ സബ്സ്പേസ് ആയിട്ട് ഓൾറെഡി നമുക്ക് ആരെയൊക്കെ അറിയാം? സിംഗിൾട്ടൺ സെറ്റ് 0യും ആൻഡ് R2വും എന്ത് തന്നെയായിരിക്കും? സബ്സ്പേസസ് ആയിരിക്കും. ഇവിടെ ആരെ സിംഗിൾട്ടൺ സെറ്റ് 0 എന്ന് പറഞ്ഞാൽ ആളെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു 0 ആണോ? വെറുതെ ഒരു 0 പറയുന്ന റിയൽ നമ്പർ ആണോ? അല്ല. 0 എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു നൊട്ടേഷൻ ആണ്. വേർ 0 എന്ന് പറഞ്ഞാൽ ആരാണ്? അഡിറ്റീവ് ഐഡന്റിറ്റി ഓഫ് R2. അഡിറ്റീവ് ഐഡന്റിറ്റി ഓഫ് R2 എന്ന് പറഞ്ഞാൽ ആരാണ്? ഓർഡേർഡ് പെയർ 0 ഓർഡേർഡ് പെയർ 0 ആണ്. റെഡി. ഇനി ഇതല്ലാതെ വേറെ ഏതെങ്കിലും സബ്സ്പേസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ ഇതല്ലാതെ എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് എന്തായാലും ഈ Q Z N ഒന്നും ആറിൻ്റെ സബ്സ്പേസ് പോലും ആവാത്ത സ്ഥിതിക്ക് എന്തായാലും R2വിൻ്റെ സബ്സ്പേസ് ആവാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ അടുത്ത കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇതേ കേസിൽ തന്നെ റിയൽ ലൈൻ എന്ന് പറയുന്ന സെറ്റിനെ നമുക്ക് R2വിൻ്റെ സബ്സെറ്റായിട്ട് കാണാൻ പറ്റുമോ? പറ്റും. R2 എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം? പ്ലെയിൻ ആണ് എന്നറിയാം. പ്ലെയിനെയാണ് നമ്മൾ R2 ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ? ഇതാ ഇങ്ങനെയാണ് നമ്മൾ പ്ലെയിൻ R2വിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. R2 എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഇവിടെ പറയാൻ പറ്റുന്ന ഓർഡേർഡ് പെയേഴ്സിൻ്റെ കളക്ഷൻ ആണെന്നൊക്കെ അറിയാം. അപ്പോൾ R എന്ന് പറഞ്ഞാൽ എന്താ? ഈ റിയൽ ആക്സസിനാണ് നമ്മൾ R എന്ന് പറയുന്നത്. റെഡി. അപ്പോൾ ഈ റിയൽ ആക്സസ് ഇതിൻ്റെ ഈ R2വിൻ്റെ ഒരു പാർട്ടല്ലേ? അപ്പോൾ ഈ സ്ട്രൈറ്റ് ലൈൻ ഈ പറയുന്ന മൊത്തം പ്ലെയിനിൻ്റെ ഒരു സബ്സെറ്റിൽ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും R എന്ന് പറയുന്നത് R2വിൻ്റെ സബ്സെറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. റെഡി. അപ്പോൾ R ഇതിൻ്റെ സബ്സ്പേസ് ആണോ എന്ന് എങ്ങനെ നോക്കും? R ഇതിൻ്റെ സബ്സ്പേസ് ആവണമെങ്കിൽ ക്രൈറ്റീരിയ ഫോർ സബ്സ്പേസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ. ഇനി ക്രൈറ്റീരിയ ഫോർ സബ്സ്പേസ് എന്തൊക്കെയാണ് ഉള്ളത്? സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും വെക്ടർ അഡീഷനും ക്ലോസ്ഡ് ആണോ നോക്കിയാൽ മതി. റെഡി. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം വേണമെങ്കിൽ വരാം. R2 എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയേഴ്സ് അല്ലേ? റിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ 1 2 3 4 അല്ലെങ്കിൽ 0 1/2 1/2 അങ്ങനെ പറയുന്ന നമ്പേഴ്സ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇത് അതിൻ്റെ സബ്സെറ്റ് ആവാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിനെ എനിക്ക് R എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ x such that x belongs to real number എന്ന് പറയുന്നതാണല്ലോ R. ഈ സെറ്റിനെ എനിക്ക് ഇങ്ങനെയും കൺസിഡർ ചെയ്തൂടെ? സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ x, 0 such that x in real line ഇങ്ങനെയും കൺസിഡർ ചെയ്യാം. എന്ന് വെച്ചാൽ സെക്കൻഡ് കോർഡിനേറ്റ് നമുക്കറിയാം എക്സ് ആക്സിസിലെ ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ y കോർഡിനേറ്റ് 0 ആണ്. ഇവിടെ 2 എടുത്തെങ്കിൽ നമുക്കിനി 2,0 എന്ന് എഴുതിക്കൂടെ? ഈ ലൈൻ മാത്രം വരയ്ക്കുമ്പോൾ നമ്മളതിനെ 2 എന്ന് എഴുതും. പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളതിനെ 2,0 എന്ന് എഴുതും. അങ്ങനെ എഴുതാറില്ലേ? അപ്പോൾ റിയൽ ലൈനിൽ ഏതൊരു മെമ്പറിനെയും നമുക്ക് സെക്കൻഡ് കോർഡിനേറ്റ് 0 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അത് തീർച്ചയായിട്ടും അവിടുത്തെ സബ്സെറ്റ് ആണ് R2വിൽ. കാരണം R2വിൽ ഓർഡേർഡ് പെയേഴ്സ് ഉണ്ടാവുന്നത്. ഓർഡേർഡ് പെയർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വേണമെങ്കിലും വരാം. ഇവിടെ സെക്കൻഡ് കോർഡിനേറ്റ് 0 ആയി, കുഴപ്പമില്ല, ഒരെണ്ണം ഫിക്സ് ചെയ്ത് ഇവിടെ മാത്രം വേരി ചെയ്തോളൂ. സോ യു ഗെറ്റ് ക്ലിയർലി വിച്ച് ഇസ് എ സബ്സെറ്റ് ഓഫ് R2. ഇനി ഇത് സബ്സ്പേസ് ആണോ എന്ന് എങ്ങനെ നോക്കും? ഇതിനകത്തെ ഏത് 2 എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അവരുടെ സം ഇവിടെ വേണം. ഏതൊരു സ്കേലാർ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ആ പ്രോഡക്റ്റും ഇവിടെ തന്നെ വേണം. അപ്പോൾ ഇത് ഞാൻ സബ്സ്പേസ് ആണോ നോക്കാൻ വേണ്ടി ഫസ്റ്റ് ക്രൈറ്റീരിയ എടുക്കുകയാണ്. 2 എലമെൻറ്റ് റിയൽ ലൈനിൽ ചൂസ് ചെയ്യണം. സോ ലെറ്റ് സം A, 0 ആൻഡ് B, 0 ആർ എലമെൻറ്റ്സ് ഇൻ റിയൽ ലൈൻ. അതെങ്ങനെ എടുത്തേ? ഇതിനകത്ത് ഫോർമാറ്റ് ഇതാണല്ലോ. അപ്പോൾ x, 0 സെക്കൻഡ് കോർഡിനേറ്റ് 0 എന്ന പോലെയാണ് R ചൂസ് ചെയ്തിരിക്കുന്നത്. സോ A, 0 ആൻഡ് B, 0 2 എലമെൻറ്റ് എടുത്തു. എന്നിട്ട് ഇവരെ സം ചെയ്യുന്നു. A, 0 പ്ലസ് B, 0 സം ചെയ്തു. അപ്പോൾ എന്താ വരിക? സം എന്ന് പറയുമ്പോൾ കോർഡിനേറ്റ് സം ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് ആഡ് ചെയ്തു. ഇപ്പോൾ എന്ത് വരും? A പ്ലസ് B. സെക്കൻഡ് കോർഡിനേറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 0 പ്ലസ് 0. അതിനെങ്ങനെ എഴുതാം? A പ്ലസ് B, 0 ഇങ്ങനെ എഴുതാം അല്ലേ? അപ്പോൾ A പ്ലസ് B, 0 പറഞ്ഞാൽ സെക്കൻഡ് കോർഡിനേറ്റ് 0 ആണ്. സെക്കൻഡ് കോർഡിനേറ്റ് 0 ആണെങ്കിൽ ഈ പെയർ എവിടെ വരും? ഈ കളക്ഷനിൽ വരും. സെക്കൻഡ് കോർഡിനേറ്റ് 0 എന്ന ആൾക്കാരൊക്കെ ഇവിടെ വരുമല്ലോ. സോ വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും? ഇത് എവിടെയുണ്ട്? റിയൽ ലൈനിലുണ്ട്. അപ്പോൾ 2 പേര് സം ചെയ്തപ്പോൾ എന്ത് കിട്ടി? റിയൽ ലൈനിൽ മെമ്പറായിട്ട് കിട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി, ഇഫ് K ഈസ് എനി സ്കേലാർ, K be any scalar.
ഓക്കെ, an element a, 0 ഇവിടെ എടുത്തിട്ടുണ്ട്, റിയൽ ലൈനിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് k ഇൻറ്റു a, 0 ചെയ്ത് നോക്കി. അതെന്താ ചെയ്യേണ്ടത്? സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നാണ്, ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് k ഇൻറ്റു a, k ഇൻറ്റു 0. ദാറ്റ് ഈസ് k a, k ഇൻറ്റു 0 പറഞ്ഞാൽ 0. സോ യു ഗെറ്റ് എ പെയർ വിച്ച് സെക്കൻഡ് കോർഡിനേറ്റ് 0. അപ്പോൾ സെക്കൻഡ് കോർഡിനേറ്റ് 0 എന്ന പെയർ എവിടെ ഉണ്ടാവും? റിയൽ ലൈൻ ഉണ്ടാവും. ഈ മെമ്പർ എവിടെയുണ്ട്? Rൽ. അപ്പോൾ ഏതൊരു സ്കെയിലാറും റിയൽ ലൈനിൽ ഒരു മെമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടി? റിയൽ ലൈനിൽ തന്നെ കിട്ടി. ഇതേ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നു, വിച്ച് ഇംപ്ലൈസ് R is a subspace of R2. അപ്പോൾ R2ന് എത്ര സബ്സ്പേസ് ഉണ്ട്? സിംഗിൾട്ടൺ സെറ്റ് 0, പിന്നെയോ R, പിന്നെ R2 itself are the subspaces of R2. ഓക്കെ, അടുത്തത് സബ്സ്പേസസ് ഓഫ് R3 കൺസിഡർ ചെയ്ത് നോക്കാം. വാട്ട് ഈസ് R3? R3 എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് R3? R ക്രോസ് R 3 പ്രാവശ്യം Rനെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്തതാണ്. അതിനകത്തുള്ള എലമെൻസിൻ്റെ ഫോർമാറ്റ് എന്താ? ഒരു ട്രിപ്ലെറ്റ് ആയിരിക്കും. ഒരു A, B, C സച്ച് ദാറ്റ് എയും ബിയും സിയും 3 പേരും എയിൽ ഫസ്റ്റ് സെറ്റ്, ബി സെക്കൻഡ് സെറ്റ്, സി തേർഡ് സെറ്റാണ്. പക്ഷെ ഇവിടെ എല്ലാവരും സെയിം ആയതുകൊണ്ട് ഞാൻ A, B, C എവിടെയുണ്ട്? റിയൽ ലൈനിലുണ്ട് എന്നായിരിക്കും. ഇനി ഇവിടുത്തെ വെക്ടർ അഡീഷൻ എങ്ങനെയാണ്? എന്താ വെക്ടർ അഡീഷൻ? A1, B1, C1 ഒരു എലമെൻറ്റ്, A2, B2, C2 വേറൊരു എലമെൻറ്റ് എവിടെ എടുത്തിരിക്കുന്നത്? R3യിൽ എടുത്തിരിക്കുന്നു. അവരുടെ സമ്മ് നമ്മൾ എങ്ങനെ ചെയ്യണം? കമ്പോണൻറ്റ് വൈസ്, കോർഡിനേറ്റ്സ് വൈസ്. A1 പ്ലസ് A2 ഫസ്റ്റ് 2 കോർഡിനേറ്റ്സ് ആഡ് ചെയ്തു, സെക്കൻഡ് കോർഡിനേറ്റ്സ് 2 പേരും ആഡ് ചെയ്തു, തേർഡ് കോർഡിനേറ്റ്സ് 2 ആഡ് ചെയ്തു. ഇതാണ് അവരുടെ സമ്മ്, വെക്ടർ അഡീഷൻ. ഇനി സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ ചെയ്യണം. ഒരു k ഇൻറ്റു എ ബി സി തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? കെ എ, കെ ബി, കെ സി ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു ഓരോ കോർഡിനേറ്റ്സിലും. ഇതാണ് അവരുടെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ദിസ് ഈസ് വെക്ടർ അഡീഷൻ, ദിസ് ഈസ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. തീർച്ചയായിട്ടും R3 ഒരു വെക്ടർ സ്പേസ് ആണ്. ഇനി ഇതിൻ്റെ സബ്സ്പേസസ് നോക്കണം. ഏതൊക്കെ എന്തായാലും ആയിരിക്കും? സിംഗിൾട്ടൺ സെറ്റ് 0യും R3യും എന്തായാലും സബ്സ്പേസ് ആണ്. ഇതല്ലാതെ ഏതെല്ലാം സബ്സ്പേസ് ഉണ്ട്? അപ്പോൾ അതിങ്ങനെ Rന്ന് തുടങ്ങുന്നു. വാട്ട് ഈസ് R എന്ന് പറഞ്ഞാൽ നമ്മൾ R2നെ കൺസിഡർ ചെയ്ത് നോക്കിയപ്പോൾ Rനെ നമ്മൾ എങ്ങനെ എഴുതി? സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ x, 0 സെക്കൻഡ് കോർഡിനേറ്റ് 0 ആയിട്ട് എടുത്തു. അപ്പോൾ അത് R2ലെ മെമ്പറായി. ഇവിടെ R3യിലാക്കണമെങ്കിലോ 2 കോർഡിനേറ്റും 0 ആയിട്ട് എടുക്കുക. x ബിലോങ്സ് ടു റിയൽ ലൈൻ. അവസാനത്തെ 2 കോർഡിനേറ്റ് 0 ആയിട്ട് ഫിക്സ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മെമ്പർ നമുക്ക് R3യിലുണ്ട് പറയാലോ. അപ്പോൾ ആറിലുള്ള ഇവിടെ ആറിനനുസരിച്ചിട്ട് ഈ നമ്പേഴ്സ് വേരി ചെയ്യുന്നുള്ളൂ കേട്ടോ. സോ വിച്ച് ഇസ് ക്ലിയർലി ഇതെന്താ ഇങ്ങനെ എഴുതാൻ കാരണം? R3 എന്ന് പറഞ്ഞാൽ സ്പേസ് ആണ്, 3 ആക്സസ് ഉള്ള സ്പേസ് ആണ്. റെഡി? അപ്പോൾ അവിടുത്തെ റിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെ പോകും, ഇതാണ് അവിടുത്തെ റിയൽ ലൈൻ. ഓക്കെ, അപ്പോൾ റിയൽ ലൈനിൽ ഒരു മെമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതുക? നിങ്ങൾ 3 ഡയമെൻഷണൽ ജോമെട്രി ഒക്കെ പഠിച്ചിട്ടുണ്ട് +2ൽ. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ എന്ത് എഴുതും? ഇവിടെ 2 എന്നാണെങ്കിൽ 2, 0, 0. ഇവിടെയാണ് 2 എങ്കിൽ ഇത് y ആക്സസ് ആയതുകൊണ്ട് 0, 2, 0. ഇനി തേർഡ് ആക്സസിലാണെങ്കിൽ 0, 0, 2 ഇങ്ങനെയൊക്കെ എഴുതാറുണ്ടായിരുന്നില്ലേ? റെപ്രസെൻറ്റേഷൻ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇതിവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ആക്സസിൽ എടുക്കുമ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് ആക്സസ്. അപ്പോൾ അവിടുത്തെ ബാക്കി 2 കോർഡിനേറ്റ്സും എന്തായിട്ട് നമ്മൾ എടുക്കുക? 0 ആയിട്ടാണ് എടുക്കുക. അതുകൊണ്ടാണ് Rനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ തൊട്ട് മുമ്പിലത്തെ പോലെ തന്നെ നമുക്ക് ഇതിന് സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? 2 പ്രോപ്പർട്ടി വെരിഫൈ ചെയ്യണം, വെക്ടർ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും വെരിഫൈ ചെയ്യണം. എന്താണ് വെക്ടർ അഡീഷൻ? 2 എലമെൻറ്റ് ഇതിൽ നിന്ന് ചൂസ് ചെയ്യുന്നു. x, 0, 0 ഒരാൾ, അടുത്ത ആൾ y, 0, 0. എന്തെങ്ങനെ എടുത്തത്? ഇതിനകത്ത് എലമെൻറ്റ് എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ എടുക്കുകയാണ്. ലെറ്റ് x, 0, 0, y, 0, 0 റിയൽ ലൈനിൽ എടുത്തു. ഓക്കെ, 2 പേര് എടുത്തിട്ടുണ്ട്. ശരി, ഇനി അവരുടെ സമ്മ് ചെയ്ത് നോക്കുന്നു. x, 0, 0, y, 0, 0 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? കമ്പോണൻറ്റ് വൈസ് അഡീഷൻ എന്ന് പറഞ്ഞാൽ x + y 0 + 0 0 + 0 ആണ്. ഇതും ആഡ് ചെയ്തു, ഇതും ആഡ് ചെയ്തു, ഇതും ആഡ് ചെയ്തു. So that you get x plus y 0, 0 എന്നാണ് കിട്ടുന്നത്, which is a triplet with the last 2 coordinates are 0. ഇങ്ങനത്തെ ഫോർമാറ്റിൽ വന്നാൽ അയാൾ എവിടെ ഉണ്ടാവും? റിയൽ ലൈനിൽ ഉണ്ടാവും. ഓക്കെ, ഇനി സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഒരു k എടുത്തു, ആ രീതിയിലുള്ള ഒരു എലമെൻറ്റും എടുത്തു, അതേ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എലമെൻറ്റും എടുത്തു. ഇവരെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിട്ടാ? kx, 0, 0. കാരണം k × x kx, k × 0 0, k × 0 0. ഇത് എവിടെയുണ്ട്? റിയൽ ലൈനിലുണ്ട്. അപ്പോൾ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും വെക്ടർ അഡീഷനും ചെയ്യുമ്പോൾ റിയൽ ലൈനിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇംപ്ലൈസ് R is a subspace of R3. R is a subspace of R3. അടുത്തത്
അടുത്തത് R2 സബ്സ്പേസ് ആണോ നോക്കുന്നു. വാട്ട് ഈസ് R2? R2 എന്ന് പറഞ്ഞാൽ R ക്രോസ് R ആണ്. ഇനി R3യിലേക്ക് അത് കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് വേണമെങ്കിൽ തേർഡ് കോർഡിനേറ്റ് 0 ആയിട്ട് കൊടുത്താൽ മതി. സെറ്റ് ഓഫ് ഓൾ പെയർ എക്സ് കോമ അല്ലെങ്കിൽ x1 അല്ലെങ്കിൽ എക്സ് കോമ വൈ കോമ 0 സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ ബിലോങ്സ് ടു റിയൽ. ഇതാണ് R2ൻ്റെ ഫോർമാറ്റ്. ശരിക്കും R2 എഴുതുമ്പോൾ ഇത് രണ്ടെണ്ണം നമ്മൾ എഴുതാറുള്ളൂ. ഇനി ഇതിൻ്റെ സബ്സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യാനാണ് ഞാൻ y കോമ 0 എന്ന് കൊടുത്തത് കേട്ടോ. ക്യാൻ ബി കൺസിഡർ ആസ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുത്തെ രണ്ട് എലമെൻറ്റ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എക്സ് കോമ വൈ കോമ 0 ഒരു എലമെൻറ്റ്, അടുത്ത എലമെൻറ്റ് വേണമെങ്കിൽ ഒരു പി കോമ ക്യൂ കോമ 0, കാരണം തേർഡ് കോർഡിനേറ്റ് 0 ആവുന്ന ആൾക്കാരാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് എന്ത് കിട്ടും? എക്സ് പ്ലസ് പി വൈ പ്ലസ് ക്യൂ 0 പ്ലസ് 0, ദാറ്റ് ഈസ് അഗെയിൻ യു ഗെറ്റ് എക്സ് പ്ലസ് പി സം വൈ പ്ലസ് ക്യൂ കോമ തേർഡ് കോർഡിനേറ്റ് 0. തേർഡ് കോർഡിനേറ്റ് 0 ആയ എലമെൻറ്റ് എവിടെ ഉണ്ടാവും? ഈ പറയുന്ന R2 ഉണ്ടാവും. അപ്പോൾ എന്ത് കിട്ടി? വെക്റ്റർ അഡീഷൻ ഈസ് ക്ലോസ്ഡ്. അതുപോലെ ഒരു എലമെൻറ്റ് കെ എടുത്തു, ഒരു എലമെൻറ്റ് എടുത്തു എക്സ് വൈ കോമ 0, ഇങ്ങനെ എടുക്കാൻ കാരണം ഇതിത്തെ മെമ്പറാണ് എടുത്തിരിക്കുന്നത്. സോ യു ഗെറ്റ് കെ എക്സ് കെ വൈ 0. അവിടെയും തേർഡ് കോർഡിനേറ്റ് 0 എന്ന് അവിടെ ഉണ്ടാവും, R2 ഉണ്ടാവും. സോ വിച്ച് ഇംപ്ലൈസ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ക്ലോസ്ഡ്. വിച്ച് ഇംപ്ലൈസ് R2 ഈസ് എ സബ്സ്പേസ്. അപ്പോൾ ഏതൊക്കെ സബ്സ്പേസ്? സിംഗിൾട്ടൺ സെറ്റ് 0 സബ്സ്പേസ് ആണ്, R സബ്സ്പേസ് ആണ്, R2 സബ്സ്പേസ് ആണ്, ആൻഡ് R സബ്സ്പേസസ് ഓഫ് R3. റെഡി. ഇതേപോലെ R4ൻ്റെ എഴുതാൻ പറഞ്ഞാലോ? 0 R R2 R3 R4 ഇവരെല്ലാവരും R4ൻ്റെ സബ്സ്പേസ് ആണ്. അങ്ങനെ കണ്ടിന്യൂ ലൈക്ക് ദിസ്. അങ്ങനെ നമുക്ക് ഒരുപാട് കേസുകളിലും ഇതുപോലെ ഡിഫൈൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇനി ഇവർ മാത്രമാണോ സബ്സ്പേസ് എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല കേട്ടോ. R R2 R3 R3 മാത്രമാണോ R3യുടെ സബ്സ്പേസ് ചോദിച്ചാൽ ശരിക്കും അല്ല. എന്താ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ R എന്ന് പറഞ്ഞാൽ റിയൽ ആക്സിസ് ആണ്. ഈ റിയൽ ആക്സിസ് എടുത്തതിന് പറ്റി എനിക്ക് ഈ ആക്സിസ് എടുത്താലും സബ്സ്പേസ് ആണ്, ഈ ആക്സിസ് എടുത്താലും സബ്സ്പേസ് ആണ്. അപ്പോൾ R എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഞാനിപ്പോൾ കൺസിഡർ ചെയ്തുള്ളൂ. ആക്ച്വലി ഈ y ആക്സിസ് എടുത്താലും z ആക്സിസ് എടുത്താലും സബ്സ്പേസ് ആണ്. അതേപോലെ R2 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? R2 എക്സ് വൈ പ്ലെയിനെയാണ് R2 പറയുന്നത്. അപ്പോൾ എക്സ് വൈ പ്ലെയിൻ മാത്രമല്ല, വൈ സെഡ് പ്ലെയിൻ എടുക്കാം, എക്സ് സെഡ് പ്ലെയിൻ എടുക്കാം, അതൊക്കെ സബ്സ്പേസ് ആണ്. പിന്നെ R3 ഇറ്റ് സെൽഫ്. അപ്പോൾ ശരിക്കും R3ക്ക് എത്ര സബ്സ്പേസ് ഉണ്ട് ചോദിച്ചാൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സബ്സ്പേസസ് ഉണ്ട്. അതേപോലെ R2ൻ്റെ കേസിൽ ഞാൻ R2 എഴുതിയത് 0 R2 എന്നേ എഴുതിയുള്ളൂ. ശരിക്കും R2ന് രണ്ട് ആക്സസ് ഇല്ലേ? എക്സ് ആക്സസ് ഉണ്ട്, വൈ ആക്സസ് ഉണ്ട്. എക്സ് ആക്സസിനെയാണ് ഞാൻ റിയൽ ആയിട്ട് കൺസിഡർ ചെയ്തത്, അല്ലെങ്കിൽ R എന്ന് എഴുതിയത്. അപ്പോൾ എക്സ് ആക്സസ് മാത്രമാണോ ശരിക്കും സബ്സ്പേസ് ആവുന്നതല്ല, വൈ ആക്സസും ആണ്. അപ്പോൾ സിംഗിൾട്ടൺ സെറ്റ് 0 സബ്സ്പേസ് ആണ്, എക്സ് ആക്സസ് സബ്സ്പേസ് ആണ്, വൈ ആക്സസ് സബ്സ്പേസ് ആണ്, R2 സബ്സ്പേസ് ആണ്. മാത്രമല്ല 0യിൽ കൂടെ പാസ് ചെയ്യുന്ന എല്ലാ സ്ട്രൈറ്റ് ലൈൻസും R2ൻ്റെ സബ്സ്പേസ് ആണ്. പിന്നെ അത് കുറച്ചുകൂടി ഒരു ഹയർ ലെവലിലാണ് അത് പറയണത്. നമ്മൾ അത്രയും പോകണ്ട, അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ചെക്ക് ചെയ്യാൻ നമുക്ക് അറിയണം കേട്ടോ.